Hi everyone, welcome back to another episode. So today our topic is how to trust people. Yeah, I have trust issues. We all have trust issues. Yes, and it's okay. So first of all, ഞാനൊരു definition വായിക്കാം. It's a scientific definition of trust. A willingness to become vulnerable because you expect another person to act in a beneficial, at least non-harmful way. അത് വളരെ കറക്റ്റാണ് അല്ലേ. നമുക്ക് മറ്റൊരാളിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അവർ നമുക്ക് വേണ്ടി ഒന്ന് സ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നാളെ ഉണരും എന്നുള്ളൊരു ട്രസ്റ്റ്, അതുപോലെ എല്ലാ കാര്യങ്ങളോടും എല്ലാ സാധനങ്ങളോടും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളോടും എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന എല്ലാ ആളുകളോടും നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ട്രസ്റ്റ് വേണം. ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ട്രസ്റ്റ് കാരണം നിരന്തരം നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ട്രസ്റ്റ് മനസ്സിലാക്കാം, ഉൾക്കൊള്ളാം, ഹെൽത്തി രീതിയിൽ മുന്നോട്ട് പോകാം എന്നതാണ് ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് അരിസ്റ്റോട്ടലിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട്. Character is revealed not by words but by repeated actions. So ഈ റിപ്പീറ്റഡ് ആക്ഷൻസും ട്രസ്റ്റ് തമ്മിൽ കുറെ കണക്ഷൻസ് ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്, ഹി ഹൂ ഇസ് കെയർലെസ് വിത്ത് ദ ട്രൂത്ത് ഇൻ സ്മോൾ മാറ്റേഴ്സ് കനോട്ട് ബി ട്രസ്റ്റഡ് വിത്ത് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഇനി ഒരു സ്റ്റോയിക് ഫിലോസഫി കൂടി വായിക്കട്ടെ. ദ ഗ്രേറ്റസ്റ്റ് പ്രൂഫ് ഓഫ് ലവ് ഇസ് നോട്ട് ഇമോഷൻ ബട്ട് റിലയബിലിറ്റി. അത് കറക്റ്റാണ് അല്ലേ. നമുക്ക് സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് റിലയബിൾ ആണ് എന്നുള്ള ഒരു പ്രൂഫാണ്. ഇമോഷൻ എല്ലാം ഉണ്ട്, പക്ഷേ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി റിലയബിൾ. യെസ്. ആൻഡ് വൺ മോർ, ഇത് കെവിൻ പ്ലാങ്കിന്റെ ആണ്. ട്രസ്റ്റ് ഇസ് ഏൺഡ് ഇൻ ഡ്രോപ്സ് ബട്ട് ലോസ്റ്റ് ഇൻ ബക്കറ്റ്സ്. യാ, ഇറ്റ്സ് കറക്റ്റ്. യെസ്, കറക്റ്റ്. ഓക്കെ, ഫൈൻ. സോ പോവാം വീഡിയോയിലേക്ക്. സൈക്കോളജിയിൽ ട്രസ്റ്റിന് ചില ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, സ്റ്റാർട്ട് വിത്ത് സ്മോൾ ട്രസ്റ്റ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുമായിട്ട് നമ്മൾ ക്ലോസ്ലി ഇൻട്രാക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കിടക്കുമ്പോൾ, നമ്മൾ ഇത് ലൈക്ക് അറ്റ് എ ടൈം അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആവരുത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ട്രസ്റ്റ് ചെയ്ത് നോക്കുക, അയാൾ എത്രത്തോളം റിലയബിൾ ആണ് എന്ന് നോക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ഏൺ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ, വാച്ച് ആക്ഷൻസ് നോട്ട് ഓൺലി വേർഡ്സ്. ആളുകൾക്ക് എന്തും പറയാം, എങ്ങനെയും പറയാം, നമ്മൾ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും വാക്കുകളിൽ കൂടി. ആക്ഷൻസും ഇന്റൻഷനലി ഉണ്ടാകാം, പക്ഷേ നാച്ചുറലി ഉള്ള ആക്ഷൻസിനെ എപ്പോഴും എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ നല്ല ഒരു നിരീക്ഷകനാകുന്നത് നിങ്ങളെ എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. സോ മറ്റുള്ള ആളുകളുടെ വാക്കുകളെ കൂടുതൽ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നതിന് പകരം അവരുടെ പ്രവൃത്തികളെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ശ്രദ്ധ എന്നുള്ള ഒരൊറ്റ കാര്യം മതി നമ്മളെ വലിയ ആപത്തുകളിൽ നിന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഗീവ് ട്രസ്റ്റ് ഗ്രാജുവലി. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെറിയ കാര്യങ്ങൾക്ക് ആദ്യം നമ്മളൊരു ചെറിയ ട്രസ്റ്റ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് വരിക. ഒരിക്കലും നമ്മളൊരു 100% ട്രസ്റ്റ് ആർക്കും കൊടുക്കാതിരിക്കുക, ഇൻക്ലൂഡിങ് അസ്. ബിക്കോസ് ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകാതെ വരും. നമ്മുടെ മെമ്മറീസ് പോലെ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാറുണ്ട്. സോ അതുകൊണ്ട് ട്രസ്റ്റ് മറ്റേ ആൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടി ആയിരിക്കണം. ഫോർത്ത് പ്രിൻസിപ്പിൾ ഈസ് ഒബ്സർവ് കൺസിസ്റ്റൻസി. അതായത് മറ്റേ ആള് നിരന്തരം പ്ലാൻസ് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ, പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്നുണ്ടോ, പഴയ സ്റ്റോറീസിൽ മാനിപ്പുലേഷൻസ് വരുന്നുണ്ടോ, നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, നമുക്ക് എപ്പോഴും നമ്മുടെ ഗട്ട് ഫീലിങ്ങും ആ ആൾ പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയും തമ്മിൽ ഒരു മാച്ചിങ് അപ്രോച്ച് ആണോ അതോ ഒരു മിസ്മാച്ച് ആണോ ഫീൽ ചെയ്യുന്നത്.
ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. നമ്മുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഓരോ സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് ദേഷ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആരും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യർ മാറി മാറി പ്രതികരിച്ചു പോകാം, അല്ലെങ്കിൽ മാറി പല രീതിയിൽ പെരുമാറാം, പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഏറ്റക്കുറച്ചിലുകളാകാം. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റിനപ്പുറം വേരിയേഷൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, എന്തോ എവിടെയൊക്കെയോ റോങ് ആണ്, എന്തോ ആ ഒരു എനർജി ഓഫ് ആണ് എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. ഇനി കുറേ നാളത്തെ പരിചയത്തിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയാണ്, ഓക്കെ ആണ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരെ ഓൾറെഡി കുറച്ചൊക്കെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയം നമ്മൾ ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഒരു കൈയകലം, ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് നമ്മൾ എല്ലാ ആൾക്കാരോടും കീപ്പ് ഇങ്ങനെ ഇത്രയും ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അത് നമ്മളെ ആ ആൾ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ആളുടെ ഒരു വേർപാട് നമ്മൾ അറ്റാക്ക് ചെയ്യാനോ ഇടവരുത്താതെ ഈ പറയുന്ന 1 ഹാൻഡ് ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക, നിങ്ങൾ ഇനിയും മറ്റുള്ളവരെ എത്ര തന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. റീസെന്റ് സ്റ്റഡീസിൽ പറയുന്നത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം മറ്റൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത് വൈൽ വി ആർ ട്രസ്റ്റിംഗ് സമ്മൺ. സോ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്യാൻ ഐ ട്രസ്റ്റ് ദിസ് പേഴ്സൺ എന്ന് നമ്മൾ ചോദിക്കില്ലേ. നമുക്ക് ഓക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, വിശ്വസിക്കാം, അങ്ങനെ അല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഇൻസ്റ്റഡ് വി ഹാവ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു അവർ സെൽഫ്, ദാറ്റ് ഈസ് വാട്ട് എവിഡൻസ് ഹാസ് this person given that they are trustworthy. അതായത് നമ്മളെപ്പോഴും എവിഡൻസ് ആണ് നോക്കേണ്ടത്. ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങളുടെ ബേസിസിലുള്ള എവിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ എവിഡൻസിൻ്റെ ബേസിസിൽ നമ്മൾ ഈ ഒരാൾ ട്രസ്റ്റ് വർത്തി ആണോ എന്ന് നോക്കാം. ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും വളരെ നമ്മളെ വിദഗ്ധമായിട്ട് പറ്റിച്ച് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് കാണിച്ച് ട്രസ്റ്റ് നേടി വളരെ പിൽക്കാലത്ത് നമുക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മേ ബി ഒരു 10% ആയിരിക്കും, എന്നാൽ പോലും ഒരു 10% ചാൻസ് ഉണ്ട്. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൗണ്ടറീസിന്റെ പ്രിൻസിപ്പളിന്റെ ഒരു ഹെൽപ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് അവരോടുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഫാസിനേറ്റിംഗ് ടോപ്പിക്കാണ് ട്രസ്റ്റ് സൈക്കോളജിയിൽ. കാരണം നമ്മുടെ തലച്ചോറില് ഈ ത്രെറ്റ് ഡിറ്റക്ഷൻ കേന്ദ്രം ഉണ്ടല്ലോ, നമ്മുടെ അമിഗ്ഡല. ഈ അമിഗ്ഡല എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഈ ഒരു പേഴ്സൺ ഡേഞ്ചറസ് ആണോ സേഫ് ആണോ. ഡേഞ്ചറിനും സേഫിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലായിരിക്കും നമ്മുടെ അമിഗ്ഡലയിലെ സിഗ്നൽസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഷ്യസ് മൈൻഡിൽ ട്രസ്റ്റ് ആണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഈ ട്രസ്റ്റ് റിസ്ക് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ബാക്കി ഉണ്ടായിരിക്കാം. ശരിക്കും പിന്നെ അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ബ്രെയിൻ ഒരു പ്രഡിക്ഷൻ മെഷീൻ പോലെയാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് കൺസിസ്റ്റൻസി, സത്യസന്ധത, the way that person treats us, being predictable, respectful, giving validation. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ഒരു ബ്രെയിനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, എല്ലാ ക്രൈറ്റീരിയസിലും ഓരോരോ ടിക്ക് മാർക്ക് വീണില്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ചിന്തിച്ചു കൊടുക്കും, ഓക്കെ ദിസ് പേഴ്സൺ ഈസ് സേഫ്, ഐ ക്യാൻ ട്രസ്റ്റ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഗുഡ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രസീവ് നേച്ചറിൽ കൂടി ഒരാളെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള നേച്ചർ എങ്ങനെയാണെന്ന് നോക്കുക, റെപ്പറ്റേറ്റീവ് ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കുക, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ആളുടെ പോളിസീസിലും ആ ആൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന വേയിലും ആ ആളുടെ ഗുഡ്നെസ്സിലായാലും നിൽക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കണം. സ്റ്റിൽ അമിഗ്ഡല, നമ്മുടെ തലച്ചോറിലെ ത്രെഡ് ഡിറ്റക്ഷൻ കേന്ദ്രമായിട്ടുള്ള അമിഗ്ഡല എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്നുള്ളത്. ഏതെങ്കിലും തരത്തിലൊരു ഡേഞ്ചർ സൈൻ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ അതൊരു മെമ്മറിയായിട്ട് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ട്രസ്റ്റ് ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് വീണ്ടും പാസ്റ്റ് മെമ്മറീസ് വരുന്നതും ആരെയും അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ തലച്ചോറിലെ പ്രധാന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ത്രെഡ് ഡിറ്റക്ഷൻ കേന്ദ്രമായിട്ടുള്ള ഒരു അലാമിംഗ് സിസ്റ്റം ആയിട്ടുള്ള നമ്മുടെ അമിഗ്ഡല നമുക്കുണ്ടാവുന്ന
വിശ്വാസ വഞ്ചനകളെ വളരെ ബിഗ് മെമ്മറീസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ഇനി ഫ്യൂച്ചറിൽ അതുപോലെയുള്ള അപകടങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഓർമ്മകളിൽ സൂക്ഷിക്കണം. അങ്ങനെയാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് അമിഗ്ഡല ഈ മെമ്മറീസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് പല സന്ദർഭങ്ങളിലും വേദന ഉണ്ടാക്കുമെങ്കിലും ഇത് നമുക്ക് ഉപകരിക്കുന്നത് നമുക്ക് ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു പുതിയ ആളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു ഫ്രണ്ട് സർക്കിളിലൊക്കെ എത്തിപ്പെടുമ്പോൾ സംതിങ് ഫീൽസ് ഓഫ് എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവാൻ സഹായിക്കുന്നത് നമ്മുടെ അമിഗ്ഡല സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്കുണ്ടായ വളരെ മോശം അനുഭവങ്ങളുടെ ഓർമ്മകളാണ്. അപ്പോൾ ഈ ഓർമ്മകളാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഒരു സെൻസേഷൻ കൊടുക്കുന്നത് ഏതെങ്കിലും സിമിലർ സിറ്റുവേഷൻസ് എത്തുമ്പോൾ സംതിങ് ഫീൽസ് ഓഫ് എന്നുള്ളത്. ശരിക്കും ഓൾവേസ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻസ്. ഓക്കെ, ഇൻറ്റ്യൂഷൻസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ നമ്മുടെ ബ്രെയിനിലെ വൈസ് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കർ ആരാണ്? ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. സോ അവിടെയാണ് ലോജിക്കലി തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത്. നമ്മുടെ റാഷണൽ തിങ്കിങ് പ്രോസസ്സും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും അലൈൻഡ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഈ പ്രിഫ്രണ്ടൽ കോർട്ടെക്സിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു വ്യക്തി നമ്മളെ പൂർണ്ണമായിട്ടും വിശ്വാസം നേടിക്കഴിഞ്ഞു, നമ്മളിൽ പൂർണ്ണമായിട്ടും ആ ആൾക്കൊരു സ്പേസ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട് എന്നൊരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോജിക്കൽ തിങ്കിങ് ഏരിയയിൽ നമ്മുടെ റേഷണൽ തോട്ട്സും അല്ലെങ്കിൽ റേഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും തമ്മിൽ വളരെ മാച്ചിങ് ആയി വരുന്നത് കൊണ്ടുകൂടിയാണ്. സൈക്കോളജിയിൽ മിറർ ന്യൂറോൺസ് ആൻഡ് സോഷ്യൽ ലിവിങ് എന്ന് പറയും. അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതും എല്ലാം ഒബ്സർവേഷനിലൂടെയാണ് സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒബ്സർവ് ചെയ്യപ്പെടാത്ത ഒന്നിനെയും, അതായത് നമ്മളായിട്ട് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒബ്സർവ് ചെയ്യുന്നത്, അറിയാതെ ഒബ്സർവ് ചെയ്യുന്നതുമാകാം. ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആളുകളോട് അടുപ്പവും വിശ്വാസവും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ അറ്റാച്ച്മെന്റ് തിയറിയിൽ പറയുന്നത് പോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ നമുക്ക് മറ്റുള്ള ആളുകളോട് എക്സ്പെക്റ്റേഷൻ വരും. അവർ നമുക്ക് സേഫ് ആണോ ഹാംഫുൾ ആണോ, അതായത് നമ്മൾ ആരാണോ നോക്കി വളർത്തുന്നത് അവരോട് നമുക്കുള്ള എക്സ്പെക്റ്റേഷൻ എത്രത്തോളം അവർ ഫുൾഫിൽ ചെയ്യുന്നു എന്നത് നമ്മുടെ മനസ്സിൽ ഡീപ്പ് റൂട്ടഡ് ആയി സ്റ്റോർ ചെയ്യപ്പെടുന്നു. നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന രീതി, മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ ഭയപ്പെടുന്ന രീതി അല്ലെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന രീതിയൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് കിട്ടി വളർന്ന ഒരു കുട്ടിയാണ്, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാൻ ഡിക്റ്റേഷൻ പവർ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി അതിന് കുറവായിരിക്കും. കാരണം നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ ഉത്കണ്ഠയോടുകൂടി ആങ്ഷ്യസ് ആയിട്ട് സ്കാൻ ചെയ്യാനൊന്നും പോവില്ല. നമ്മുടെ മനസ്സ് കുറച്ചുകൂടി സമാധാനപ്പെട്ട് ഇരിക്കും നമ്മൾ ഒരാളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട്. പക്ഷേ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും കാര്യങ്ങളും അൺസേൺ സിറ്റുവേഷൻസും ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഫീലിങ്സ് ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ, ലൈക്ക് ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത്, ശരീരം വേർക്കുന്നത്, തലവേദന ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ, ഇതെല്ലാം ഇത്തരത്തിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള മെമ്മറീസുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ബോണ്ടിങ് ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോക്സിൻ അല്ലേ. ഈ ഓക്സിറ്റോക്സിൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസും ബോൺസും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഓക്സിറ്റോക്സിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. റിസർച്ചുകൾ പറയുന്നത് ഈ ഓക്സിറ്റോക്സിൻ്റെ പ്രസൻസ് നമുക്ക് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടി ഒരു കോസ് ആവുമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരാൾ നമ്മളിൽ സ്നേഹം കൊണ്ട്, അതായത് സ്നേഹമൊക്കെ ഉണ്ടാകുന്നത് ഈ ഓക്സിറ്റോക്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. സ്നേഹവും അല്ലെങ്കിൽ നമുക്ക് ഒരു കൈത്താങ്ങിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ ഓക്സിറ്റോക്സിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരം നിർമ്മിക്കുകയും ഈ ഓക്സിറ്റോക്സിൻ്റെ പ്രസൻസ് കാരണമാണ് നമ്മൾ അവരെ പെട്ടെന്ന് വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നത്. വൈ പീപ്പിൾ ട്രസ്റ്റ് ദ റോങ് പേഴ്സൺ? നമ്മളിൽ കൂടുതൽ പേരും പലപ്പോഴും റോങ് ആയിട്ടുള്ള ആളുകളെ പോയി ട്രസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? ഇതിന് കാരണം നമ്മുടെ ബ്രെയിനിന്റെ ചില മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ്. സംടൈംസ് വി ട്രസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോവിങ് റീസൺസ്. ഹാലോ എഫക്റ്റിനെ പറ്റി കേട്ടിട്ടില്ലേ? ഫേസ് കാർഡ് എന്നൊക്കെ പറയുന്നത് പോലെ someone is very attractive, someone is very confident. നമുക്ക് പെട്ടെന്ന് അവരോട് എന്ത് തോന്നും? ഒരു ട്രസ്റ്റ് തോന്നും, കൊള്ളാലോ, നല്ലൊരു ആളാണെന്ന് തോന്നുന്നു എന്നൊരു ട്രസ്റ്റ് നമുക്ക് തോന്നും. മോർ ദാൻ ഇംപ്രഷൻ, നമ്മൾ അവരെ നമ്മുടെ മനസ്സുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ.
സെക്കൻഡ് വൺ ഈസ് സിമിലാരിറ്റീസ്. അതായത് നമ്മൾ ഈ വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് പോലെ, ഒരേ തൂവൽ പക്ഷികളെന്നൊക്കെ നമ്മൾ വർണ്ണിക്കുന്നത് പോലെ, നമ്മളും ആ ആളും അല്ലെങ്കിൽ നമ്മൾ ആ ആളുകളും തമ്മിൽ കുറേ കാര്യങ്ങളിൽ സിമിലർ ആണല്ലോ, നമുക്ക് കുറേ കാര്യങ്ങളിൽ സെയിം തോട്ട്സ് ആണല്ലോ, ഒപ്പീനിയൻ ആണല്ലോ എന്നതും നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഒരു ഒരു അട്രാക്റ്റിംഗ് ഫാക്ടറായിട്ട് മാറും. ഒരെണ്ണം കൂടിയുണ്ട്, ഫെമിലിയാരിറ്റി. അതായത് ചില ആളുകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ, ചില സന്ദർഭങ്ങൾ നമുക്ക് ഫെമിലിയർ ആകുമ്പോൾ നമ്മൾ വിശ്വസിച്ച് തുടങ്ങും. അത് ഫെമിലിയർ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വിശ്വസിക്കുന്നു നമ്മുടെ ബ്രെയിൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ബ്രെയിനിന്റെ ഷോർട്ട് കട്ട്സ് ആണ്. അതായത് നമ്മുടെ ബ്രെയിനിന് കുറേ ബയസസ് വരുന്നുണ്ട് പല സന്ദർഭങ്ങളിലും, അതുകൊണ്ടുള്ള ഈ ഷോർട്ട് കട്ട് ഇഷ്യൂസ് ആണ്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിൽ ഒരു കാര്യം, ഇനി എന്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നുവെങ്കിലും ഒരു കാര്യം ഓർക്കുക, ട്രസ്റ്റ് ഓൾവേസ് ക്യാരീസ് അൺസർട്ടനിറ്റി. അതായത് ട്രസ്റ്റിന്റെ കൂടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആളുകൾക്ക് നമ്മുടെ ലൈഫ് എപ്പോൾ എങ്ങനെ മാറും, നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോൾ എങ്ങനെ മാറും എന്ന് പറയാൻ പറ്റില്ല. അതിനനുസരിച്ച് ആളുകൾക്ക് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ട്രസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാം. സോ ഓൾവേസ് റിമെമ്പർ, ഈ ട്രസ്റ്റിന്റെ കൂടെ ട്രസ്റ്റിന്റെ ഒരു ഷാഡോ പോലെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി വരുമ്പോൾ നമുക്ക് നമ്മളെ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1 ഹാൻഡ് ഡിസ്റ്റൻസ് ഓർ ബൗണ്ടറി നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പോൾ ട്രസ്റ്റിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഒരു ഹെൽത്തിയസ്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക? ഞാൻ ഇന്നു മുതൽ ഒരാളെയും ട്രസ്റ്റ് ചെയ്യില്ല. അതല്ല ഹെൽത്തിയസ്റ്റ് മെൻറ്റാലിറ്റി. ഓക്കെ, ഞാൻ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യും, മരുന്നെടുത്ത് വെച്ച് നോക്കാം, അങ്ങനെയാണോ? അതുമല്ല, ഇതും റോങ് ആണ്. പിന്നെ എങ്ങനെ? ഐ വിൽ ട്രസ്റ്റ് വൈസ്ലി. അതായത് നമുക്ക് എന്തിനാണ് ഈ ബുദ്ധി തന്നിരിക്കുന്നത്? ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻഡ് ഓഫ് ദി ഡേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, വേറെ ആരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യില്ല. നമ്മൾ കരയുമ്പോൾ അത് കാണാൻ നമ്മൾ പില്ല് മാത്രമേ കാണുള്ളൂ. നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ സ്ട്രഗിൾസ് മറ്റുള്ള എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു അൺസർട്ടനിറ്റി, റിസ്ക് ഉണ്ട് അതിൻ്റെ കൂടെ, അതായത് ട്രസ്റ്റിൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓൾവേസ് കീപ്പ് യുവർ ബൗണ്ടറീസ്. വാട്ട് എവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഏത് ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിലും ബൗണ്ടറീസിന്, അൺസർട്ടനിറ്റിയെ കുറിച്ചിട്ടുള്ളൊരു ബോധ്യത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും മറ്റുള്ളവരെ വിശ്വസിക്കാനോ മറ്റുള്ളവരെ നമ്മളെ കൂടെ നിർത്താനോ അങ്ങനെ അതിനൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരൊരു ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുന്നത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മളെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റം എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന പല കാര്യങ്ങളും, നമ്മുടെ നെർവസ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവട്ടെ, നമുക്ക് വരുന്ന ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് ആവട്ടെ, നമ്മളത് കംപ്ലീറ്റ്ലി ഓഫായി പോകുന്നതാവട്ടെ, ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതെല്ലാം ഈ സർവൈവൽ സ്റ്റേജിൻ്റെ ഒരു പാർട്ടാണ്, ഹീലിംഗ് സ്റ്റേജിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഒരു സ്റ്റേജിലും ലൈഫ് തീർന്നു പോയി എന്ന് വിചാരിക്കാതിരിക്കുക. ഏതൊരു ട്രസ്റ്റ് ബ്രോക്കൺ എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മുടെ ഒരു ഇൻറ്റർണൽ സിസ്റ്റം നമ്മുടെ കൂടെ നിൽക്കും. ആ ഒരു വിശ്വാസം, നമുക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആളുകളുടെ സ്വഭാവത്തിന് ഒരു റെപ്പിറ്റേറ്റീവ് പാറ്റേൺ ഉണ്ടായിരിക്കും. അത് എന്ത് തന്നെയാണെങ്കിലും, സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും, ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും അതിനൊരു റെപ്പിറ്റേറ്റീവ് പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ എത്രയൊക്കെ നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നാലും ഇടയ്ക്ക് വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ആ ആൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഒരു തവണത്തേക്ക് നമ്മളത് ഓക്കെ ക്ഷമിച്ചു വിട്ടു, പക്ഷെ പിന്നീടും അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ആ ആളിനെ അത് എങ്ങനെയൊക്കെ കവർ ചെയ്ത് നോക്കാൻ ശ്രമിച്ചാലും ശരി, അത് ആ ആളിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേണിനെ എപ്പോഴും സൂക്ഷിക്കുക. നമ്മൾ എത്ര ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് പറ്റാത്തൊരു കാര്യം, എക്സാമ്പിൾ ഒരാൾ നമ്മളോട് കള്ളം പറഞ്ഞു തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരാൾ അതുവരെ കാണിച്ചിരുന്ന ആ ഒരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളും നമ്മളോട് ഒരു ദിവസം മുതൽ കാണിക്കുന്നതിൽ എന്തൊക്കെയോ ഏറ്റക്കുറിച്ചിലുകൾ വരുന്നു. വീണ്ടും ആൾ മാനേജ് ചെയ്യുന്നു, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഈ സെയിം കാര്യം റിപ്പീറ്റഡ് ആയി വരുന്നു. നമ്മളിത് പലതവണ നോട്ട് ചെയ്യുമ്പോൾ അത് ഒരു റെഡ് സിഗ്നലായിട്ട്, ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് എടുക്കുക. കാരണം ട്രസ്റ്റ് പോകാനുള്ള വലിയ ചാൻസസ് അവിടെ ഉണ്ട്. ആയ ആംഗലൂൻ്റെ ഒരു എഴുത്തുണ്ട് കേട്ടോ, വെൻ പീപ്പിൾ ഷോ യു ഹൂ ദേ ആർ, ബിലീവ് ദം ദ ഫസ്റ്റ് ടൈം. അതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാനത് ഫസ്റ്റ് ടൈം റീഡ് ചെയ്ത സമയത്ത് എഴുതി വെച്ച ഒരു കാര്യമാണ് കേട്ടോ. ഒരാൾ തനി സ്വഭാവം കാണിക്കുമ്പോൾ, അത് ഒരു തവണ കാണിക്കുമ്പോൾ തന്നെ അത് നമ്മൾ വിശ്വസിക്കുക. അത് വിശ്വസിക്കാതെ മുഖവിലയ്ക്ക് എടുക്കാതെ സില്ലിയായിട്ട് തള്ളിക്കളയാൻ പാടില്ല. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരാൾ അവരാരാണ് എന്ന് നമ്മളെ കാണിക്കും, ഓക്കെ, അത് കാണിക്കുമ്പോൾ അത് എടുക്കുക. അല്ലാതെ ഞാൻ ഇത്രയും സ്നേഹിച്ചു പോയി, ഞാൻ ഇത്രയും വിശ്വസിച്ചു പോയി, എനിക്കിനി ഒരു ഗോ ബാക്ക് ഇല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ പീസായിട്ട് തകർത്ത് ഇട്ടിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിലാക്കിയിട്ട് എല്ലാവരും പോകും.
അവസാനം നമുക്ക് നമ്മളും ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് നമ്മളുണ്ട്, അതാണ് സത്യം. പക്ഷെ ആ ഒരു സ്റ്റേജ് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഒന്നുമില്ല, ഒന്നിനും പറ്റുന്നില്ല, നമ്മൾ ഫുള്ള് പറ്റി വീണ് പോയി എന്നുള്ളത്. സോ സംബഡി ഷോയിങ് ഹൂ ദേ ആർ, ട്രസ്റ്റ് ദം. ഓക്കെ, വൈസ്ലി, അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ക്യാരക്ടേഴ്സ് ലൈക്ക് വാട്ട് യു ഡു വെൻ നോ വൺ ഈസ് വാച്ചിങ്. മറ്റാരും ശ്രദ്ധിക്കാത്തൊരു സമയത്ത് നിങ്ങൾ എന്താണോ, അല്ലെങ്കിൽ മറ്റാരും നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ രീതികളും എന്താണോ അതാണ് ശരിക്കുള്ള നിങ്ങൾ, അതാണ് നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന, നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയും സ്വഭാവവും അല്ല നമ്മുടെ ഒറിജിനൽ എന്ന് പറയുന്നത്. നമ്മളായിട്ടിരിക്കുമ്പോൾ മറ്റാരും നമ്മളെ കാണുന്നില്ല എന്നുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കുക. മറ്റാരും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയാണെന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഡെവലപ്പ് ചെയ്യുന്നതിനോ നിലനിർത്തുന്നതിനോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ളൊരു വലിയൊരു സേഫ് ഗാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹോപ്പ് ഇസ് നോട്ട് എൻ എവിഡൻസ്. അതായത് നമുക്ക് പ്രതീക്ഷകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ ഭാവി രക്ഷപ്പെടുത്തുന്ന എവിഡൻസ് ഒന്നുമല്ല. നമുക്ക് മാറും, അല്ലെങ്കിൽ ഇത് മാറും, അല്ലെങ്കിൽ നമുക്ക് നാളെ അങ്ങനെ ഒരു ഭാവി ഉണ്ടല്ലോ, ഹോപ്പ് മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന, അറിയുന്ന, ക്ലിയർ ആയിട്ടുള്ള ലൈഫ് ബേസ്ഡ് എവിഡൻസസ് ആണ്. അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി നമ്മുടെ ബൗണ്ടറീസിനെ കുറിച്ച്, നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഏറ്റവും വില കുറച്ചായിട്ട്, ഒരു വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് കാണും. നമ്മളെപ്പോഴും യെസ് മാത്രം പറയുന്ന, നോ പറയാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടാകും മറ്റുള്ള ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വളരെ ക്ലോസ് കണക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് സെറ്റ് ചെയ്യുക നല്ല ക്ലിയർ ബൗണ്ടറീസ്. ആ ബൗണ്ടറീസിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ആ ബൗണ്ടറീസ് ഒടിച്ചു മടക്കി കളയാത്ത രീതിയിൽ അവരെത്രത്തോളം ആ ഒരു എന്താണ് പറയുന്നത്, എത്രത്തോളം അവരുടെ ക്യാരക്ടർ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഹൂ സ്മൈൽസ് അറ്റ് യു ഈസ് ഹാപ്പി ഫോർ യു. അതായത് നമ്മളെ നോക്കി ചിരിക്കുന്ന എല്ലാവരും നമ്മളോട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആരാണോ എന്നതിന് സന്തോഷമുള്ള ആൾക്കാരൊന്നും അല്ല. എല്ലാവരെയും നോക്കി ചിരിക്കുക, ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ മനുഷ്യരും കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് ചിരിക്കുന്ന, സന്തോഷത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ വിചാരിക്കുക അങ്ങനെ നല്ല രീതിയിൽ പെരുമാറാനാണ് നമ്മുടെ കൾച്ചറും നമ്മുടെ ലോകവും നമ്മുടെ സമൂഹവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും നമുക്ക് അങ്ങനെ പെരുമാറണം മറ്റുള്ളവരെ കാണുമ്പോൾ എന്നുള്ളത് നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. വി ആർ കണ്ടീഷൻ ഫോർ ദാറ്റ്. സോ സംബഡി ഈസ് വെരി നൈസ് ടു യു. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ആരും നിങ്ങളോട് അത്ര നല്ലതായിട്ട് പെരുമാറിയിട്ടില്ല, പക്ഷേ പുതിയതായിട്ട് ഒരാൾ വന്ന് വളരെ നൈസായിട്ട് നിങ്ങളോട് പെരുമാറുമ്പോൾ അത് മനസ്സിലാക്കുക, ആ ആളങ്ങനെ ട്രെയിൻഡ് ആണ്, അതുകൊണ്ടാണ്, അതിലുപരി അല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാനും പറ്റില്ല. ഞാൻ പറയുന്നത് നമ്മളോട് സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കണം എന്നില്ല. എന്നാൽ നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ബോറോ ചെയ്യുന്നു. അതിനുശേഷം ആ ഫ്രണ്ട് അത് റിട്ടേൺ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടുള്ള, വളരെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു സാധനം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ നിങ്ങളൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ടൈം അതേ ഫ്രണ്ട് നിങ്ങളോട് വന്ന് വീണ്ടും അതുപോലത്തെ മറ്റൊരു സാധനം ആവശ്യപ്പെടുത്തും. നിങ്ങൾ നോ പറയുന്നു. ആ നോ പറയുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുന്നത് കൊണ്ടാണോ? അല്ല, മറിച്ച് ആ വ്യക്തി ചെയ്ത ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ശരിയല്ലേ? ബിക്കോസ് യുവർ ബ്രെയിൻ ഹാസ് ലേൺഡ് ഫ്രം എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ? ട്രസ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ബീയിങ് കൈൻഡ് ഓർ അൺകൈൻഡ്. ഇറ്റ് ഇസ് അബൌട്ട് ലെറ്റിംഗ് എവിഡൻസ് ഗൈഡ് യുവർ ഡിസിഷൻസ്. ഓൾറെഡി ട്രസ്റ്റ് ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാം? എന്തായാലും നമുക്ക് പറ്റിയത് പറ്റി, കഴിഞ്ഞു പോയി കഴിഞ്ഞു. പാസ്റ്റ് ഇസ് പാസ്റ്റ്. സോ അക്സെപ്റ്റ് ദ പെയിൻ. ഇപ്പം നിങ്ങൾക്കുള്ള പെയിൻ, നിങ്ങൾ ആ പെയിനോടുകൂടി നിങ്ങൾ ഇരിക്കുക, ആ പെയിനോടുകൂടി കുറച്ച് ദിവസം ജീവിക്കുക. ആ പെയിനിൽ കൂടെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ ആ പെയിൻ നിങ്ങളെ വിട്ടു പോകും. നിങ്ങൾ ആ പെയിൻ എത്രത്തോളം സപ്രസ് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ അതിനെ മാറ്റി വെച്ച് നിങ്ങൾ എന്തൊക്കെ ഹാപ്പി ആവാൻ ശ്രമിച്ചാലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ പെയിൻ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓൺലി വൺ സൊല്യൂഷൻ ഇസ് ദെയർ, ലൈക്ക് യു ഹാവ് ടു ഗോ ത്രൂ ദ പെയിൻ, ദെൻ ഓൺലി പെയിൻ വിൽ ഗോ ഫ്രം യു. എപ്പോഴും അത് ശ്രദ്ധിക്കുക. അക്സെപ്റ്റ് ദാറ്റ് സംതിങ് ഹാപ്പൻ ടു യു. ഓക്കെ, ഈ ഒരു വേദന ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ഇതിൽ കൂടി കടന്നു പോകും. പക്ഷേ ഇതിനൊരു എൻഡ് ഉണ്ട്, ഓഫ് കോഴ്സ് ഇതിനൊരു എൻഡ് ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കൂടി ഒരു അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു അവസ്ഥ. എക്സ്പീരിയൻസ് ദ പെയിൻ.
ഓക്കെ, ട്രസ്റ്റ് മീ, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മുടെ എന്ത് വേദനയോ സങ്കടമോ ആയിക്കോട്ടെ, നമ്മൾ ആ പെയിൻ ഹോൾഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ആ പെയിനുമായിട്ട് ഇരിക്കാനും നടക്കാനും ഗോ ത്രൂ ചെയ്യാനും നമുക്ക് പറ്റിയാൽ നമ്മൾ ആ പെയിനെ ജയിച്ചു. നമുക്ക് പിന്നെ പെയിൻ ഇല്ല. ഫീൽ ദ പെയിൻ ഇൻസ്റ്റെഡ് ഓഫ് സപ്രസിങ് ഇറ്റ്. എല്ലാവരോടും ഐ എം ഫൈൻ, ഐ എം ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, ഒന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഞാൻ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഓക്കെ അല്ല, ഐ വിൽ ടേക്ക് ടൈം, എനിക്ക് വേദനിക്കുന്നു എന്ന് ചോദിക്കുന്നവരോടും നമ്മളോട് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെപ്പറേറ്റ് വൺസ് ആക്ഷൻസ് ഫ്രം എവ്രി വൺ എൽസ്. ഇപ്പോൾ ഒരാൾ നമ്മളെ ചതിച്ചു, ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളോട് വിശ്വാസവഞ്ചന ചെയ്തു. ഇനി ആരെ ഞാൻ വിശ്വസിക്കില്ല, എല്ലാവരും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാൻ പോകരുത്. ആളുകളൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് ലൈഫ് എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫും ബിഹേവിയറും തോട്ടും ഒക്കെയാണ് ഓരോ ആൾക്കാർക്കും ഉള്ളത്. നമ്മൾ ആ ലെസൺസ് ഉൾക്കൊള്ളുക ഒരു കാര്യത്തിൽ നിന്നിട്ട് മനസ്സിലായത് ദാറ്റ് ഇസ് ഇനഫ്. ഒരിക്കലും ജനറലൈസ് ചെയ്യരുത്, എല്ലാവരും ഇങ്ങനെയാണെന്നും ഞാൻ ആരെയും വിശ്വസിക്കില്ല എന്നും പറയാൻ പാടില്ല. ബേസിക്കലി വി ആർ സോഷ്യൽ ആനിമൽസ്. നമ്മൾ സാമൂഹികമായ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ളവരാണ്. അപ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് പാടത്ത് പോയി നെല്ല് നട്ട് അരി ഉണ്ടാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് കഴിക്കാൻ നമുക്കിപ്പോഴും ആവുകയില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് ധരിക്കണമെങ്കിൽ അതിൻ്റെ ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കൂടി കടന്നുപോയി ഡ്രസ്സ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ധരിക്കാൻ നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് എല്ലാ കാര്യത്തിനും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും, ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് വരുമ്പോൾ വൈസായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. അത് ഒരിക്കലും എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് ഒരേ രീതിയിൽ എല്ലാവരെയും കാണാനുള്ള ഒരു കാര്യമായിട്ട് കരുതരുത്. റീബിൽഡ്സ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതായത് നമുക്ക് ഒരു ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു, നമ്മൾ മാനസികമായിട്ട് വളരെ തകർന്നു പോയി. അതിനുശേഷം അത് നമ്മുടെ കോൺഫിഡൻസിനെയും സെൽഫായിട്ടുള്ള നമ്മുടെ ഡിഗ്നിറ്റിയെയും നമ്മുടെ ഒരു സെൽഫ് അഫെക്ഷനെയും ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഒന്നുമല്ല, നമുക്കിങ്ങനെ പറ്റിയല്ലോ, നമ്മൾ ഇത്രയും വാല്യൂ ഇല്ലാതായി പോയല്ലോ, നമ്മൾ ഇങ്ങനെ ഒരാൾ ചവിട്ടി തേച്ചല്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് വി ഹാവ് ടു തിങ്ക്, നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം മാത്രമാണത്. നമുക്ക് ലൈഫ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് എന്തൊക്കെ ലെസൺസ് ആണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത്. ആ ലെസൺസ് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. സോ എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളോട് തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് മൂവ് ഓൺ ഫ്രം ദ തിങ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന 1000 നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവും, ബട്ട് സ്റ്റിൽ യു ക്യാൻ. കുറേ പേർക്ക് വരുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഫോർഗീവ്നെസ്സിനെയും ട്രസ്റ്റിനെയും കൂടി തെറ്റിദ്ധരിക്കുക. അതായത് നിങ്ങളോട് ഒരാൾ തെറ്റ് ചെയ്തു, വലിയ തെറ്റുകൾ. ഓക്കെ, ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങൾ ആളോട് ക്ഷമിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ആൾ വന്നിട്ട് വീണ്ടും നിങ്ങളുടെ ട്രസ്റ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അയാളോട് ദേഷ്യമില്ല, നിങ്ങൾ അയാളോട് പക സൂക്ഷിക്കുന്നില്ല, ബിക്കോസ് യു ഫോർഗീവ്. സോ ഫോർഗീവ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ആളെ എപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇനി അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാൻ പറ്റും. നെവർ എവർ, ഒരിക്കലും ഒരാൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കരുത്. കാരണം സെക്കൻഡ് ചാൻസ് കൊടുത്താൽ നിങ്ങൾ ആ സെക്കൻഡ് എക്സ്പീരിയൻസ്, നിങ്ങൾ ആ സെയിം എക്സ്പീരിയൻസ് സെക്കൻഡ് ടൈം ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ നെവർ എവർ ഗീവ് സെക്കൻഡ് ചാൻസസ് ടു എനിബഡി. പക്ഷേ ഈ ഫോർഗീവ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ, സോ അണ്ടർസ്റ്റാൻഡ്, ഈ ഫോർഗീവിങ് എന്ന് പറഞ്ഞാൽ ഈസ് പാർട്ട് ഓഫ് യുവർ ഹീലിംഗ്. ഓക്കെ, നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾ കുറച്ച് സക്സസ്ഫുൾ ആയി, അതിൻ്റെ ഒരു സിഗ്നൽ മാത്രമാണ് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷേ ട്രസ്റ്റും ഫോർഗീവ്നെസ്സും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ട്രസ്റ്റ് ഇസ് അബൌട്ട് ദ ഡെമോൺസ്ട്രേറ്റഡ് റിലയബിലിറ്റി. ഓക്കെ, അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന റിലയബിലിറ്റി, അല്ലെങ്കിൽ അവർ എത്രത്തോളം റിലയബിൾ ആണ് എന്നതിൽ മാത്രം അധിഷ്ഠിതമാണ് ട്രസ്റ്റ് എന്നുള്ളത്. ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ്, സോ നോ നീഡ് ഓഫ് എനി മോർ ഡെമോൺസ്ട്രേഷൻ. ഫിനിഷ്ഡ്. ക്ലോസ്ഡ് ചാപ്റ്റർ എപ്പോഴും ക്ലോസ്ഡ് ചാപ്റ്റർ ആയിരിക്കണം. ഓക്കെ, ഫിലോസഫർ ആയിട്ടുള്ള മാർക്കസ് ഔറേലിയസ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിക്കാം. ഡോണ്ട് ലെറ്റ് അനദർ പേഴ്സൺസ് ബിട്രയൽ ഡിറ്റർമിൻ ദ കൈൻഡ് ഓഫ് പേഴ്സൺ യു ബിക്കെയിം. അതായത് വളരെ ഈ കഠിനമായിട്ടുള്ള കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി പോകുന്ന മനുഷ്യർ 2 തരത്തിലാണ് പരിണമിക്കാറ്. ഇവോൾവിങ് സംഭവിക്കുക, എവല്യൂഷൻ സംഭവിക്കില്ല. ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവർ വളരെ അധികം ബിറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറി, ടോക്സിക് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ
ഏറ്റവും കഠിനമായിട്ടുള്ളതും ഏറ്റവും കയ്പ് നിറഞ്ഞതുമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയതിനു ശേഷം ഏറ്റവും നല്ല ആൾക്കാരായിട്ട്, ഏറ്റവും കൈൻഡ്നെസ് ഉള്ള, ഏറ്റവും എംപതറ്റിക്കലായിട്ടുള്ള, ഏറ്റവും നല്ല മനസ്സുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. ഈ രണ്ട് രീതിയിലാണ് ആൾക്കാർക്ക് പരിണാമം സംഭവിക്കുന്നത് മോശം അനുഭവങ്ങൾക്ക് ശേഷം. ഒരിക്കലും ഫസ്റ്റ് കാറ്റഗറിയിൽ പോയി ചാടരുത്. നമുക്ക് നല്ലതായിട്ടിരിക്കാം. നമ്മളെപ്പോലെയുള്ള നല്ല ആളുകളെ ഈ ലോകത്തിന് ഇനിയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ആളായി മാറരുത്. മറ്റൊരാളുടെ ബിട്രയൽ ആവരുത്. നമ്മൾ ആരാണ് ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കേണ്ടത് അവർ നമ്മളോട് ചെയ്ത തെറ്റാവരുത്. മറ്റുള്ള ആൾക്കാരുടെ അതായത് നമ്മൾ സ്നേഹിച്ച് വിശ്വസിച്ച ആളുകളുടെ ചില പിൽക്കാലത്തുണ്ടായിട്ടുള്ള ചില ചോയ്സസ് കാരണം നമുക്ക് ഒരുപാട് മുറിവേറ്റിട്ടുണ്ടായിരിക്കാം. ഇറ്റ് ഡസൻ മീൻ നമുക്കൊരു ഫ്യൂച്ചറേ ഇനിയില്ല. അങ്ങനെയല്ല, നമുക്ക് ഫ്യൂച്ചറൊക്കെ ഉണ്ട്, നമുക്ക് ഇനി ലൈഫുണ്ട്, നമുക്ക് ഇനി ഹാപ്പിനെസ് ഉണ്ട്. അവരങ്ങനെ ചെയ്തത് അവരുടെ ഒരു ചോയ്സാണ്. അതിന് അവർക്ക് റീസൺസ് ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. അതൊന്നും ഇനി നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ട് അവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടല്ല. നമ്മൾ അങ്ങോട്ട് പാർട്ടാക്കാനും പോകുന്നില്ല, ട്രസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. നമ്മൾ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനും പാടില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു നല്ല ലൈഫ് മുമ്പോട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആരുടെ ഒരു ചോയ്സ് നിങ്ങളുടെ ലൈഫിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള, നിങ്ങളുടെ ലൈഫിനെ ഡാർക്ക്നെസ്സിലേക്ക് ഇട്ട് കളയാനുള്ള ഒരു കാരണമാക്കി എടുക്കരുത്. So learn from your mistake and protect yourself from same type of mistake in future and create your own peace. Protect your heart but don't imprison it. Thank you for watching my video. Have a good day. Namaskaram.